ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഞങ്ങളിതാ കണ്ണൂരാണ്, നമ്മളെ മുത്തപ്പൻകാവിൽ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് 10 മണിയൊക്കെ ആയിരുന്നു കേട്ടോ. 10 മണിക്ക് ഇറങ്ങിയിട്ട് 1:15 ട്രെയിൻ. നമ്മൾ പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ ട്രെയിൻ കയറിയിട്ടുണ്ടായിരുന്നത്. 1:45 ട്രെയിൻ എത്തിയിട്ടുണ്ടായിരുന്നത്. 1:15 ട്രെയിനായിരുന്നു, 1:45 കേട്ടോ എത്തിയത്. യാത്ര ചെയ്തിട്ട് ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാ വർഷവും ഞങ്ങൾ അമ്പലത്തിലോട്ട് വരാറുണ്ട് കേട്ടോ, മുത്തപ്പൻകാവിലേക്ക് വരാറുണ്ട്. കഴിഞ്ഞ മാസം ഏപ്രിലായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഈ മാസം കുറച്ച് മുന്നേ തന്നെ പോന്നിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൻ്റെ ഉള്ളിലത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. പണ്ടൊക്കെ എടുക്കാമായിരുന്നു കേട്ടോ. ഞാൻ ചെറിയ കുട്ടിയായിട്ട് ഒരു 8ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമിലൊക്കെ ഇവിടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ തൊഴുതൊക്കെ വന്നതിന് ശേഷം മമ്പയറും പിന്നെ തേങ്ങാപ്പൂളും ചായ ഉണ്ടായിരുന്നു. അത് പ്രസാദമാണ് കേട്ടോ, മുത്തപ്പൻ്റെ പ്രസാദമാണ്. അങ്ങനെ അത് കഴിച്ചു. അത് കഴിച്ചതിന് ശേഷം ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണ് കേട്ടോ. ക്യൂ നിൽക്കുമ്പോൾ നമുക്ക് കാണാം ഒരുപാട് ആൾക്കാർ കേട്ടോ. ഇത് വേഗം കഴിയൂലെന്നാണ് വിചാരിക്കുക, പക്ഷേ എത്ര പെട്ടെന്ന് അറിയാം നമ്മൾ ഈ വരി നീങ്ങണതെന്ന് അറിയാം. അത്രയും സൗകര്യങ്ങളാണ് കേട്ടോ അവിടെ ഇപ്പം ഉള്ളത്. പിന്നെ അതാ മോരുകറിയും സാമ്പാറും ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ പ്രത്യേകത എന്താ പറയുക, ഇടുമ്പോൾ വിചാരിക്കും നമുക്ക് തയ്യൂലെന്ന്, പക്ഷേ നമുക്ക് കുറച്ച് കഴിക്കുമ്പോൾ തന്നെ വേഗം വയറ് നിറയും കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ആ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്നതിൻ്റെ ഇടയിൽ അല്ലുവിന് എന്തോ സാധനം വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തോ ഓടക്കുഴൽ എന്തോ വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വാങ്ങിയതിന് ശേഷം പിന്നെ ഞങ്ങൾ റൂമിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് സ്നാക്സ്, മറ്റേ ചിപ്സും അതേമാതിരി തന്നെ എല്ലാതും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കാത്തതൊന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചിട്ട് ബീറ്റ്റൂട്ട് പൊരിച്ചതും ഉണ്ട്, അതേമാതിരി തന്നെ ക്യാരറ്റ് കേട്ടോ. അപ്പോൾ ഇതാണ് ക്യാരറ്റാണ് കേട്ടോ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ സംഭവം നല്ല രസമുണ്ട് കേട്ടോ, നമ്മൾ വിചാരിച്ച മതിയില്ല, അടിപൊളിയാണ് കേട്ടോ സംഭവം. പിന്നെ ഇതാ അല്ലൂന് ഓടക്കോയിൽ വാങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല സൗകര്യവും കാര്യമുള്ള റൂം തന്നെ ആയിരുന്നു. പിന്നെ പിറ്റേ ദിവസം നേരത്തെ നീട്ടിയിട്ട് അമ്പലത്തിലേക്ക് പോകണ്ടേ. പിന്നെ ഇതാ പിറ്റേ ദിവസം ഞങ്ങളെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ, നല്ല മഞ്ഞുണ്ടായിരുന്നു. ഈ ജനവാതിൽ തുറന്നു കഴിഞ്ഞാൽ അപ്പുറത്തൊരു കാവാണ് കേട്ടോ. അവിടെ വിളക്കൊക്കെ വൈകുന്നേരം കത്തിക്കുന്നത് കണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. രാവിലെ ആ ഭാഗത്തേക്ക് നോക്കുമ്പോഴൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ എൻ്റെ സാരി ഉടുക്കലൊക്കെ കഴിഞ്ഞു. മുടിയൊന്നും കെട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ മാറ്റാണ്. അല്ലുൻ്റെ കഴിഞ്ഞു, ഏഷ്യാറിൻ്റെയും കഴിഞ്ഞു. ഇപ്പോൾ ഏത് അമ്പലത്തിൽ പോകുകയാണെന്നുണ്ടെങ്കിലും സെറ്റ് മുണ്ട് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് മുല്ലപ്പൂ വയ്ക്കണം കേട്ടോ. എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് സെറ്റ് മുണ്ട് എടുക്കുന്നുണ്ടെങ്കിൽ കേട്ടോ. സെറ്റ് മുണ്ട് സെറ്റ് സാരിയൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം. ആദ്യം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, കല്യാണത്തിന് മുന്നേ എനിക്ക് മുല്ലപ്പൂ ഒന്നും വെക്കണം എന്നെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ മുല്ലപ്പൂ വയ്ക്കണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോവുകയാണെങ്കിൽ തലേ ദിവസം ഞങ്ങൾ വാങ്ങി വെക്കാറാണ് പതിവ്. പക്ഷേ ഇന്നലെ ഞങ്ങൾ പോയപ്പോൾ മുല്ലപ്പൂ അവിടെ കണ്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്ന് പോകുമ്പോഴറിയാം. ഇന്നലെ എന്തായാലും ഉണ്ടായിരുന്നില്ല. അമ്പലത്തിൽ പോവുകയാണെങ്കിൽ എനിക്ക് മുല്ലപ്പൂവും അല്ലുവിനും എന്തെങ്കിലും കളിസമ്മാനം. അല്ലു ആദ്യം ഒന്നും ചോദിക്കില്ലായിരുന്നു കേട്ടോ. ഒന്നും നമ്മൾ വാങ്ങിക്കൊടുത്താൽ അത് അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അവൻ എന്തെങ്കിലുമൊക്കെ ചോദിക്കും, പക്ഷെ വാശി പിടിക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് മുല്ലപ്പൂ കണ്ടായിരുന്നു കേട്ടോ. ഇത് മാത്രമുള്ളായിരുന്നു കേട്ടോ, ഈ ഒരു ഏട്ടനെ മാത്രമേ ഞങ്ങൾ അവിടെ അന്ന് കണ്ടിട്ടുള്ളൂ മുല്ലപ്പൂ വിൽക്കണ കേട്ടോ. പിന്നെ ഇത് പിച്ചിപ്പൂവും പിന്നെ മറ്റേ വേറെ പൂവായിരുന്നു കേട്ടോ. മുല്ലപ്പൂ സാധാ മുല്ലയില്ലായിരുന്നു, കാരണം നല്ല വിലയാണെന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും എനിക്ക് കിട്ടി കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ അമ്പലത്തിലോട്ട് പോവുകയാണ്.
അത് നോക്കണ്ട അതിനൊക്കെ നമ്മൾ കാര്യമായിട്ടൊരു വർഷം പോകുന്നുണ്ട് കേട്ടോ. അമ്പലത്തിൽ നിന്ന് മമ്പയറും ചായയൊക്കെ കുടിച്ചു. പിന്നെ പുറത്തിറങ്ങിയതിന് ശേഷം പൂരിയും ഇഷ്ടമായിരുന്നു കേട്ടോ. ഞാൻ അതൊക്കെ കഴിച്ചതിന് ശേഷം നല്ലുവിന് കളിക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയുമായി വരുന്നവരെ ടാറ്റ.